നമ്മൾ പ്രേക്ഷകരെ കാണിക്കുന്ന ആ മാർക്ക് ചെയ്തിരിക്കുന്ന ഇടം, അതാണ് വീണ്ടും സിഗ്നലുകൾ ആവർത്തിച്ച സ്ഥലം. അവിടെ കേന്ദ്രീകരിച്ച് തന്നെ പരിശോധന ഇപ്പോൾ നടക്കുന്നു, അങ്ങനെ കരുതണം അല്ലേ മിഥുൻ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കാരണം ഈ റഡാറുകളും ഒപ്പം തന്നെ ഈ ഡിറ്റക്ടറും ഉപയോഗിച്ചുള്ള പരിശോധന മാത്രമാണ് നമുക്കിനി ഈ കരയിൽ നടത്താൻ സാധിക്കൂ എന്നുള്ളത് തന്നെയാണ്. അത്തരത്തിൽ അതിലും പുറമെ മറ്റൊരു സംവിധാനം ഉപയോഗിക്കാൻ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ ഈ കാണിച്ച ആ മാർക്ക് ചെയ്തിട്ടുള്ള പ്രദേശങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ മണ്ണ് മാറ്റുകയും ചെയ്തിരുന്നു. പക്ഷേ ട്രക്കുമായി ബന്ധപ്പെട്ടോ ഈ ലോറിയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അതിന് അനുബന്ധമായി ബന്ധപ്പെട്ട ഒരു സംഭവം കണ്ടെത്താൻ ഇതുവരെയും സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. സ്വാഭാവികമായും നമുക്കറിയാം, ഈ ഒരു തടി കയറ്റി വന്ന ലോറിയാണ്. ഈ തടിയെങ്കിലും കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ഇത്രയധികം മണ്ണ് മാറ്റിയതിനു ശേഷം ഒരു തടിയെങ്കിലും കണ്ടെത്താനാകാത്തത് വലിയ ഒരു വിഷമകരമായിട്ടുള്ള സിറ്റുവേഷൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് കളക്ടർ ഉൾപ്പെടെയുള്ളവർ പറയുന്നത് നമ്മൾ ഒരു വശം കൂടി ചിന്തിക്കേണ്ടതായിട്ടുള്ളത്. അതായത് കളക്ടർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, അതായത് പുഴയിലേക്ക് തന്നെ ഈ ലോറി വീണിട്ടുണ്ടാകാം എന്നുള്ള കാര്യം അവർ ഉറപ്പിച്ച് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ്. കാരണം ഇത്രയും അധികം പരിശോധന നടത്തിയിട്ടും തടി പോലും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് പുഴയിലേക്ക് വീണിട്ടുണ്ടാകാം, പുഴയിലൂടെ ഒഴുകി പോയിട്ടുണ്ടാകാം എന്നുള്ളൊരു നിഗമനം അവരിലേക്ക് അല്ലെങ്കിൽ നിഗമനത്തിലേക്ക് കളക്ടർ ഉൾപ്പെടെയുള്ളവർ എത്തുന്നു എന്നുള്ള കാര്യമാണ് പറയുന്നത്. പക്ഷേ സൈന്യം പറയുന്ന കാര്യം മറ്റൊന്നാണ്. അതായത് ഈ മണ്ണിടിഞ്ഞു വീണ സമയത്ത് ലോറി നിർത്തിയിട്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അതിന്റെ ആഘാതത്തിൽ പുഴയിലേക്ക് മറിഞ്ഞു വീണാലും, അതായത് സമീപത്തുള്ള നമ്മൾ നേരത്തെ ആ ദൃശ്യങ്ങളിൽ, അതായത് ഗൂഗിൾ മാപ്പിന്റെ സഹായത്തോടു കൂടി നമ്മൾ കാണിച്ച ആ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ആ പ്രദേശത്തെ നടുഭാഗത്ത്, അതായത് ഈ നാലുവരി പാതയ്ക്കും ഈ ഗംഗാവലി പുഴയ്ക്കും നടുവിലായിട്ടുള്ള ആ കടയൊക്കെ നിന്നിരുന്ന പാർക്ക് ചെയ്തിരുന്ന ആ മേഖലയിൽ ആ മണ്ണിടിഞ്ഞു വീണ് അവിടേക്ക് ഈ ലോറി ഉണ്ടാകാം എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് കൂടി സൈന്യം എത്തുന്നുണ്ട്. എന്തായാലും നിലവിൽ ഈ റഡാർ സംവിധാനം ഉപയോഗിച്ചുകൊണ്ടുള്ള സിഗ്നൽ പ്രകാരം ഈ നാലുവരി പാതയ്ക്ക് ഈ മണ്ണിടിഞ്ഞു വീണ ഭാഗത്തേക്ക്, നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത് കാണിച്ച ആ ഒരു പ്രദേശത്താണ് ഇപ്പോൾ 2 സിഗ്നലുകൾ കാണിക്കുന്നത്. അവിടെ ഏതെങ്കിലും തരത്തിൽ ഈ ലോറിയുടെ പാർട്സുകൾ വല്ലതും ഉണ്ടോ എന്നുള്ളതാണ് പരിശോധിക്കുകയും ചെയ്യുന്നത്. എന്തായാലും അതാണോ എന്ന് തന്നെ നമുക്ക് ഇനി അത് കണ്ടെത്തിയതിനു ശേഷം മാത്രമേ വ്യക്തത വരുള്ളൂ. കാരണം ഈ ഡിറ്റക്ടർ ഉപയോഗിച്ചൊക്കെയുള്ള പരിശോധനയിൽ ഈ മെറ്റൽ സാധനങ്ങൾ മാത്രമേ കണ്ടെത്താൻ സാധിക്കൂ. അത് എന്തിൻ്റെയാണ് എന്നുള്ളതടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തണമെങ്കിൽ ആ ഭാഗം കുഴിച്ച് അല്ലെങ്കിൽ അവിടുത്തെ മണ്ണ് നീക്കം ചെയ്ത് അതിലേക്ക് എത്തുക എന്നുള്ളത് തന്നെയാണ്. അതിനുവേണ്ടിയുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത്. എന്തായാലും കരയിൽ ഈ 2 സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ടുള്ള, ഇതാണ് ഏറ്റവും നൂതനമായ സംവിധാനം, ഇത് ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രവർത്തനം മാത്രമേ സാധ്യമാകുകയുള്ളൂ എന്ന് നേരത്തെ വ്യക്തമാക്കുകയും ചെയ്യുന്നു. എന്തായാലും മണ്ണ് മാറ്റുക എന്നുള്ളത് സമഗ്രമായ ദൗത്യമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അത് വളരെ ജാഗ്രതയോടെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം നിലവിൽ വീണ്ടും മഴ പെയ്യാനുള്ള ഒരു സാഹചര്യം കൂടി ഉണ്ട്. അതുകൊണ്ട് തന്നെ വീണ്ടും മണ്ണിടിച്ചിലുണ്ടാകാനുള്ള ഒരു സാധ്യത മുന്നിലുണ്ട്. അതുകൊണ്ട് അതുകൂടി കണക്കിലെടുത്ത് വേണം മുന്നോട്ട് നീങ്ങാൻ എന്നുള്ള ഒരു നിർദ്ദേശം കൂടി കഴിഞ്ഞ ദിവസം നൽകിയിരുന്നു. അതനുസരിച്ച് കൂടിയാണ് ഇപ്പോൾ സൈന്യം മുന്നോട്ട് നീങ്ങുകയും ചെയ്യുന്നത്. എന്തായാലും ഇപ്പോൾ ഈ സിഗ്നൽ ലഭിച്ച ആ 2 ഇടങ്ങളിലും പരിശോധന ഊർജിതമാക്കിയിട്ടുണ്ട്. അവിടുത്തെ മണ്ണ് നീക്കം ചെയ്തുകൊണ്ട് എന്താണോ ഈ സിഗ്നൽ ലഭിച്ചത് അവ കണ്ടെത്താനുള്ള ശ്രമം തുടരുകയാണ്. എന്തായാലും മറുവശത്ത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മറുവശത്ത് ഈ ഒരു മനാഫ് ഉൾപ്പെടെയുള്ളവർ, ലോറി ഉടമ മനാഫ് ഉൾപ്പെടെയുള്ളവർ പറഞ്ഞതുപോലെ തന്നെ ഈ നടുഭാഗത്തേക്ക് വീണിട്ടുണ്ടാകാം എന്നുള്ളത് തന്നെയാണ്. നിലവിൽ ഈ തടി ഉൾപ്പെടെയുള്ളവയൊന്നും തന്നെ ഈ ഒരു റോഡിന്റെ ഭാഗത്ത് കണ്ടെത്താൻ സാധിക്കാത്ത പശ്ചാത്തലത്തിൽ ഈ നടുഭാഗത്ത് തന്നെ പരിശോധന നടത്തിയാൽ മാത്രമേ അവിടേക്ക് എത്താൻ സാധിക്കൂ, ലോറിയിലേക്ക് എത്താൻ സാധിക്കൂ എന്നുള്ള ഒരു നിഗമനത്തിലേക്ക്. മിഥുൻ, ഒന്ന് തുടരുക. ഡോക്ടർ ഷാജി ജോസഫ് നമുക്കൊപ്പമുണ്ട്. കേരള സർവകലാശാലയിലെ ജിയോളജി വിഭാഗം മേധാവിയാണ് അദ്ദേഹം. ഡോക്ടർ ഷാജി ജോസഫ്, ഈ മണ്ണിന്റെ ഘടന അതൊരു വളരെ പ്രധാനപ്പെട്ടതായി മാറുകയാണ്. നമ്മൾ ഈ കർണാടക ഷൂലൂരിലെ മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ ദേശീയപാത ഒരു സൈഡിലൂടെ കടന്നു പോകുന്നു, ഒരു സൈഡിൽ പശ്ചിമഘട്ട പർവ്വതനിരകളുടെ ഭാഗമാണ്. അവിടെ ഇങ്ങനെ മണ്ണിടിച്ചിലുണ്ടാവുകയാണ്. യഥാർത്ഥത്തിൽ നമുക്ക് കേരളത്തിന് പരിചിതമല്ലാത്ത ഒരു മണ്ണ് ഘടന അവിടെ ഉണ്ടോ? അതുകൊണ്ടാണോ ഇത്തരമൊരു മണ്ണിടിച്ചിൽ, ഇത്ര വ്യാപകമായൊരു മണ്ണിടിച്ചിൽ ഉണ്ടായത്? ഹലോ, കേൾക്കുമോ? ഡോക്ടർ ഷാജി ജോസഫ്, താങ്കൾ കേൾക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ. ഹലോ, ഒരു തിരുത്തുണ്ട്. എന്റെ പേര് ഡോക്ടർ ഇ ഷാജി എന്നാണ്. യെസ്. ഹലോ, കേൾക്കാമോ? കേൾക്കാം സാർ, പറഞ്ഞോളൂ. അല്ല, പേരിലൊരു തിരുത്തുണ്ട്. അതെ ഇ ഷാജി എന്നാണ്. ഓക്കെ. ചോദ്യം പിന്നെ നമ്മുടെ അവിടുത്തെ മണ്ണിന്റെ ഒരു ഘടനയെ കുറിച്ചായിരുന്നു ചോദ്യം അല്ലേ? അതെ. യഥാർത്ഥത്തിൽ ഇത് വെസ്റ്റേൺ ഘട്ടിന്റെ ഒരു പാർട്ടാണ്. അപ്പോ നമ്മുടെ പിന്നെ മണ്ണിന്റെ ഘടനയിൽ അല്പം വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. കാരണം റോക്ക് ടൈപ്സ് മാറുന്ന അനുസരിച്ച് ഈ കുന്നിന്റെ മണ്ണിന്റെ സ്വഭാവത്തിൽ മാറ്റം വരും. അപ്പൊ അതിനകത്ത് സാധാരണ മണ്ണിൽ അടങ്ങിയിരിക്കുന്നത് ക്ലേയും മണലും സിൽറ്റ് എന്ന് പറയുന്നതാണ്. അതിന്റെ പെർസെന്റേജ് പല ഭാഗങ്ങളിൽ മാറിയിരിക്കും. അപ്പോ ഈ മണ്ണിന്റെ ഘടന അനുസരിച്ച് സാൻഡിന്റെ പെർസെന്റേജ് കൂടുന്നതനുസരിച്ച് വെക്കുന്നതും, അഥവാ ചേടിയുടെ പെർസെന്റേജ് അനുസരിച്ച് ഈ വെള്ളം അബ്സോർവ് ചെയ്ത് വെക്കുന്നതും ഒക്കെ ഓരോ പ്രദേശത്തും മാറിയിരിക്കും. അപ്പോൾ നമുക്ക് ഈ സ്ലോപ്പി ടെറൈനിൽ, അതായത് 20 മുതൽ 25 ഡിഗ്രി ചരിവുള്ള
സ്ലോപ്പുകളിൽ നമ്മൾ ഇത്തരത്തിലുള്ള കൺസ്ട്രക്ഷൻസ് നടത്തുമ്പോൾ ആ ചരിവിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ സ്ലോപ്പ് സ്റ്റെബിലിറ്റി എന്ന് പറയും, ആ സ്ലോപ്പ് സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാതെ ഉള്ള കൺസ്ട്രക്ഷൻ സൈഡുകളിലൊക്കെ ഇത്തരത്തിലുള്ള മണ്ണിടിച്ചിൽ ഉണ്ടാകാറുണ്ട്. പിന്നെ ഈ ഇതിനകത്ത് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു റെഡിഷ് സോയിലാണ്, ക്ലേ കണ്ടന്റ് കൂടിയ സോയിലാണ്. അപ്പം വെള്ളം കൂടെ മിക്സ് ചെയ്യുമ്പോൾ അത് ഒരു വല്ലാത്ത കുഴമ്പ് രൂപത്തിലേക്ക് മാറും. വോളിയം ഇപ്പൊ അവിടെ മണ്ണിടിഞ്ഞ് വീഴിക്കുന്ന ആ ഓവർബേർഡൻ വോളിയം എന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് ആ വോളിയത്തിൽ അകത്തൊരാൾ പെട്ടുകഴിഞ്ഞാലും ആ ലോറി ഉൾപ്പെടെ പെട്ടുകഴിഞ്ഞാലും പെട്ടെന്ന് അത് കണ്ടുപിടിക്കാനും ഒക്കെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ വളരെ സ്റ്റിക്കി ആയിട്ടുള്ള അല്ലെങ്കിൽ പശ കലർന്ന ഒരു മണ്ണിന്റെ സ്വഭാവമാണ് അവിടെ ഉള്ളത്. ഈ മണ്ണ് കുറെ നേരം ജലം പിടിച്ചു വെക്കുകയും ആ സോയിൽ സ്ട്രെങ്ത് എന്ന് പറയും അതിന്റെ സ്റ്റെബിലിറ്റി അത് കുറയുകയും ചെയ്യുമ്പോൾ മൊത്തത്തിൽ ഇടിഞ്ഞു വീഴും. അപ്പോ ഇടിയുന്നത് ഈ മഴയുടെ തുടർച്ച ഉള്ളത് കൊണ്ട് വീണ്ടും കണ്ടിന്യൂസ് ആയി ഇടിയാനുള്ള സാധ്യതയുള്ള ഒരു പ്രദേശമാണ്. സാർ, ഈ നമ്മുടെ ദേശീയപാത നിർമ്മിക്കുന്ന പലയിടങ്ങളിലും ഇത്തരം അപകട സാധ്യതയുള്ളതായി പറയുന്നു. ഇപ്പോൾ കേരളത്തിന്റെ ചില ഭാഗങ്ങളിലെ ദേശീയപാതയ്ക്ക് പിന്നീട് ഒരു സംരക്ഷണ ഭിത്തി അവിടെ കിട്ടുന്നുണ്ട്. പക്ഷേ ഈ പ്രദേശങ്ങളിൽ സംരക്ഷണ ഭിത്തി ഒന്നും ഉണ്ടായിരുന്നില്ല. മലഞ്ചെരുവിലൂടെ റോഡ് നിർമ്മിച്ചപ്പോൾ മലഞ്ചെരുവ് വെട്ടി ഒരുക്കി അതിലെ പുതിയ റോഡ് കടന്നുപോയതിനപ്പുറത്തേക്ക് ആ മണ്ണെടുത്ത ഭാഗം അതേപടി തന്നെ നിലനിന്നു. അതൊരു പക്ഷേ ഈ മണ്ണിടിച്ചിൽ സാധ്യത കൂടുതൽ വലുതാക്കി അങ്ങനെ നമുക്ക് കരുതേണ്ടി വരുമോ? അത് കാരണം നമ്മുടെ ഈ മഴ എപ്പോഴും നമ്മുടെ ഇത്തരത്തിലുള്ള കൺസ്ട്രക്ഷനിൽ നടക്കുന്നത് വേനൽക്കാലത്താണ്. അപ്പൊ മഴ ഉണ്ടാകാറില്ല. അപ്പോ നമ്മുടെ വാട്ടർ ടേബിൾ അഥവാ ഈ ഭൂജല നിരപ്പ് എന്ന് പറയുന്നത് നമ്മുടെ റോഡിന് താഴെയായിരിക്കും. പക്ഷേ ഈ മഴ ഉണ്ടാകുമ്പോൾ ഈ ജലനിരപ്പ് ഉയരുകയും ഈ വാട്ടർ ടേബിൾ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ സോൺ ഓഫ് സാച്ചുറേഷൻ അഥവാ സുഷിരങ്ങളിൽ അടങ്ങിയിരിക്കുന്ന വെള്ളത്തിന്റെ ലെവൽ എന്ന് പറയുന്നത് മുകളിലേക്ക് വരികയും വാട്ടർ ടേബിൾ മുകളിലേക്ക് വരികയും അവിടെ നിന്ന് ഒരു ഗ്രൗണ്ട് വാട്ടർ പുറത്തേക്ക് ഒഴുകുന്ന ഒരു സ്ഥിതിവിശേഷം വരും. ആ ഒരു മീഡിയം ഒരു സ്ലിപ്പറി മീഡിയമായി ആക്ട് ചെയ്ത് അതിൽ കൂടെ ഒരു ഹ്യൂജ് വോളിയം ഓഫ് മെറ്റീരിയൽ പുറത്തേക്ക് വരികയും ഇതെല്ലാം പിന്നെ കൊളാപ്സ് ചെയ്ത് പോവുകയും ചെയ്യുന്നതാണ് ഒരു പ്രതിവിധി നടന്നു വരുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ പ്രൊട്ടക്റ്റീവ് വാൾ അത് വളരെ ശാസ്ത്രീയമായി ഡിസൈൻ ചെയ്ത പ്രൊട്ടക്റ്റീവ് വാൾസ് അതിൽ നിന്ന് ഡീപ്പ് വാൾസ് ഉൾപ്പെടെ എന്ന് വെച്ചാൽ മഴക്കാലത്ത് വെള്ളം അതിൽ നിറഞ്ഞാൽ വാട്ടർ പ്രഷർ അവിടെ ബിൽഡ് ചെയ്യാതെ ആ വെള്ളം പുറത്തേക്ക് പ്രത്യേകിച്ചും ഗ്രൗണ്ട് വാട്ടർ ആണ്. ഈ ഗ്രൗണ്ട് വാട്ടർ പ്രഷർ നമ്മൾ സാധാരണ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതലാണ്. അപ്പോൾ ഒരു ഡാമിൽ വെള്ളം കെട്ടി നിൽക്കുന്നത് പോലെയാണ്. അപ്പോൾ ഈ പൊട്ടൻഷ്യൽ എനർജി നമ്മൾ അവിടെ കൂടുതൽ ക്രിയേറ്റ് ചെയ്യും. ഈ ഗ്രൗണ്ട് വാട്ടർ പ്രഷർ താങ്ങാതെ ഇത് ഇടിഞ്ഞു പോവുകയും ചെയ്യുന്ന ഒരു പ്രവണതയാണ് പല ഇത്തരത്തിലുള്ള ക്ലിക്സുകളിൽ കാണുന്നത്. അതുകൊണ്ട് വളരെ സേഫ് ആയിട്ടുള്ള സയന്റിഫിക്കലി ഡിസൈൻഡ് ആയിട്ടുള്ള പ്രൊട്ടക്റ്റീവ് വാള് എല്ലായിടത്തും തീർച്ചയായിട്ടും ആവശ്യമാണ്. കാരണം ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകാം. സാറേ, ഒരു കാര്യം കൂടി, ഈ കേരളത്തിന് നമ്മൾ ഉരുൾപൊട്ടൽ കണ്ടിട്ടുണ്ട്. അതായത് ഉരുൾപൊട്ടൽ എന്ന് പറയുമ്പോൾ മഴക്കാലത്ത് ഉരുൾ പൊട്ടുമ്പോൾ മണ്ണും കല്ലും ചെളിയും ഇറങ്ങിയ ഒരു പ്രദേശം തന്നെ ഇല്ലാതാക്കി അത് ഒഴുകി പോകുന്നതായിട്ടാണ്. പക്ഷേ ഇവിടെ ഉണ്ടായത് ഒരു മണ്ണിടിച്ചിൽ സമാനമാണ്. പക്ഷേ വലിയ പാറക്കല്ലുകളും പിന്നീട് അവിടേക്ക് വലിയ വെള്ളം നിരന്തരമായി അതിലെ ഒഴുകി ഒരു ചാല് തന്നെ സൃഷ്ടിച്ച് ഒഴുകി പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പം അതിന് സമാനമായ ഒരു സാധാരണ രീതിയിൽ ഒരു മണ്ണൊരിടത്തേക്ക് ഇടിഞ്ഞു വീഴുന്നതിനപ്പുറമുള്ള ഒരു സാഹചര്യം അവിടെ സൃഷ്ടിക്കപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടോ അങ്ങേക്ക്? അല്ല, ഞാൻ പറഞ്ഞു നമുക്ക് ഇത്തരത്തിലുള്ള പ്രദേശങ്ങൾ ഞാൻ ആ സൈറ്റ് വിസിറ്റ് ചെയ്തിട്ടില്ല. പക്ഷെ അവിടെയെല്ലാം ഈ ഫസ്റ്റ് ഓർഡർ സ്ട്രീംസ് എന്ന് വെച്ചാൽ ആദ്യം പുഴയ്ക്ക് കൈവഴികളുണ്ട്. അതിന് ആദ്യം ഉത്ഭവിക്കുന്ന ചെറിയ അരുവികളുണ്ട്. അതിന് എഫീമറൽ സ്ട്രീംസ് എന്നാണ് പറയുന്നത്. അത് മഴക്കാലത്ത് മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ അത് ഒഴുകുന്നത്. വേനൽക്കാലത്ത് അത് ഒഴുകില്ല. അപ്പോ അത്തരത്തിലുള്ള സ്ട്രീംസിന്റെ ഒരു പാലിയോ ചാനൽ അവിടെ ഉണ്ടായിരുന്നിരിക്കാം. അപ്പോ ഒരിക്കൽ വെള്ളം സാച്ചുറേറ്റ് ആയി കഴിഞ്ഞാൽ അതിൽ കൂടെ ഇത് ഒഴുക്ക് തുടങ്ങും. അപ്പൊ നമ്മൾ കുറെ ആൾ തടഞ്ഞു നിൽക്കുമ്പോൾ അവിടെ ശരിക്കും പറഞ്ഞാൽ ഇന്റേണലി ഒരു ചെറിയൊരു ഡാം പോലെ അത് ക്രിയേറ്റ് ചെയ്യും. അത് പ്രഷർ കൂടുമ്പോൾ അതെല്ലാം കൂടെ പൊട്ടിങ്ങി വരുന്നതാണ്. ഇതാണ് ഇപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് വെള്ളം അവിടെ വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ മുകളിൽ പാറക്കൂട്ടങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് അത് വരാത്തത്. യഥാർത്ഥത്തിൽ ഒരു മലയിടിച്ചിൽ എന്ന് പറയുന്ന ഒരു പ്രതിഭാസമാണ് അവിടെ ഇപ്പം നടന്നിരിക്കുന്നത്. കാരണം ആ ഒരു സ്വതന്ത്രമായി പ്രകൃതി ഒരുക്കി വെച്ചിരുന്ന ഒരു മലയുടെ ഒരു ഭാഗമാണ് നമ്മൾ നിരത്തുന്നത്. അപ്പോ ഈ സ്ലോപ്പ് സ്റ്റെബിലിറ്റി എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലാണ് അവിടെ നിൽക്കുന്നത്. ആ സ്റ്റെബിലിറ്റി അങ്ങ് പോകുമ്പോൾ ഇത് സ്വാഭാവികമായി ഇടിഞ്ഞു തുടങ്ങും. ഒരിക്കൽ ഇടിഞ്ഞു തുടങ്ങിയാൽ ആ പ്രഷർ തീരുന്നത് വരെ, ആ വാട്ടർ പ്രഷർ തീരുന്നത് വരെ ഈ മണ്ണും സോയിലും അതിന്റെ കൊഹിഷൻ എന്ന് പറയും അതങ്ങ് ആ സോയിൽ കൊഹിഷൻ തീരുക എന്ന് വെച്ചാൽ ചേർന്നിരിക്കാനുള്ള പ്രോപ്പർട്ടി കുറയും ഈ വെള്ളത്തിന്റെ ഒരു ആക്ഷൻ കൊണ്ട്. അതുകൊണ്ട് ഇതിങ്ങനെ നിരന്തരം ഈ ഒരു ആക്ഷൻ തീരുന്നത് വരെ നടന്നുകൊണ്ടേയിരിക്കും. യെസ്, അതാണ് അവിടെ ഉണ്ടായി സംഭവിച്ചത്. അതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. എന്തായാലും വളരെ നന്ദി
ഡോക്ടർ ഇ ഷാജി ഞങ്ങളോട് അവിടുത്തെ സാഹചര്യങ്ങൾ വിശദീകരിച്ചതിന്. കാര്യവട്ടം അദ്ദേഹം വിശദീകരിച്ചത്. മിഥുൻ, ഈ നമ്മൾ അവിടുത്തെ ഭൗമശാസ്ത്രപരമായ പ്രത്യേകതകൾ നമ്മൾ വിലയിരുത്തുകയായിരുന്നു. അവിടുത്തെ സാഹചര്യങ്ങൾ നിർണായകമാണ്. ഈ ഇപ്പോഴത്തെ പരിശോധന എപ്പോഴേക്ക് പൂർത്തീകരിക്കാൻ കഴിയും? എത്ര വേഗത്തിൽ നമുക്ക് നമ്മൾ കാത്തിരിക്കുന്ന ഈ അർജുൻ എവിടെ എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ കഴിയും? നിലവിലെ പരിശോധനാ രീതിയും സാഹചര്യവും വിലയിരുത്തുമ്പോൾ ഇന്ന് തന്നെ ഇക്കാര്യത്തിലൊരു വ്യക്തത നമുക്ക് പ്രതീക്ഷിക്കാനാകുമോ മിഥുൻ? അങ്ങനെ തന്നെയാണ് ഇവരും പ്രതീക്ഷിക്കുന്നത്. കാരണം പക്ഷേ ഇന്ന് ഉച്ചയോടുകൂടി ഒരു പക്ഷേ ഈ ഒരു റോഡിലെ മുഴുവൻ മണ്ണ് നീക്കം ചെയ്യാനാകുമെന്നാണ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നത്. പക്ഷേ ഇന്ന് രാവിലത്തെ ആ ഒരു സാഹചര്യം ഇത്തരത്തിൽ കൂടുതൽ സംവിധാനങ്ങൾ എത്തിച്ചുകൊണ്ട് ഈ കഴിഞ്ഞ ദിവസം റവന്യൂ മന്ത്രി പറഞ്ഞതുപോലെ 98% മണ്ണ് നീക്കിയെന്നാണ് പറഞ്ഞതെങ്കിൽ അത് പിന്നീട് അത് കളവാണെന്ന് തെളിയുന്ന തരത്തിലാണ് കാര്യങ്ങൾ പോവുകയും ചെയ്തത്. അവിടെ എത്തിയ ജനപ്രതിനിധികളൊക്കെ AK അഷ്റഫ് ഉൾപ്പെടെയുള്ളവർ അവിടെ നിന്ന് അവിടെ എത്തി അത് പരിശോധിച്ച ശേഷം അവരും ഒപ്പം തന്നെ സമീപവാസികളും ഒക്കെ പറയുന്നതനുസരിച്ച് ഇപ്പോഴും മണ്ണ് കൂടുതൽ നീക്കം ചെയ്യാനുണ്ട്. പൂർണ്ണമായും മണ്ണ് ഇതുവരെയും നീക്കം ചെയ്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. കരയിലെ മണ്ണ് ഇനിയും കൂടുതൽ നീക്കം ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് പൂർണ്ണമായും നീക്കം ചെയ്തതിന് ശേഷം മാത്രമേ മറ്റു നടപടികളിലേക്ക് സൈന്യം കടക്കൂ എന്നാണ് അറിയിച്ചിട്ടുള്ളത്. നിലവിൽ നാവികസേനയുടെ ഭാഗത്ത് നിന്ന് തെരച്ചിൽ ഈ പുഴ കേന്ദ്രീകരിച്ച് നടത്തുന്നുണ്ട്. പക്ഷേ അത് വലിയ രീതിയിലുള്ള ഒരു പരിശോധനയിലേക്ക് അവർ പോകുന്നില്ല. കാരണം അവിടെ കെട്ടിക്കിടക്കുന്ന ആ ഒരു മൺകൂനകളിലൊക്കെ ഉള്ള അവിടെ മണ്ണ് നീക്കം ചെയ്തുകൊണ്ടുള്ള ഒരു പരിശോധനയിലേക്ക് ഇതുവരെയും സേനാ വിഭാഗം കടന്നിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ രണ്ട് നാലുവരിപ്പാതയ്ക്കും ഈ ഗംഗാവലി പുഴയ്ക്കും ഇടയിലുള്ള ഭാഗത്ത് പോലും ഇപ്പോഴും പരിശോധന ആരംഭിച്ചിട്ടില്ല. അവിടുത്തെ മണ്ണ് നീക്കം ചെയ്യാൻ ഇതുവരെയും തുടങ്ങിയിട്ടില്ല. നിലവിൽ ഈ ഡിറ്റക്ടർ ഉപയോഗിച്ചുകൊണ്ട് സിഗ്നൽ ലഭിച്ച ഈ പ്രദേശത്ത് തന്നെ, അതായത് ആ റോഡിലുള്ള ആ മണ്ണ് കിടക്കുന്ന ആ പ്രദേശത്ത് മാത്രമാണ് ഇപ്പോഴും പരിശോധന പുരോഗമിക്കുന്നത്. അവിടെ നിന്ന് ലോറിയിൽ ഈ മണ്ണ് നീക്കം ചെയ്തുകൊണ്ട് മാറ്റുകയാണ്. പക്ഷേ അവിടെ കൂടുതൽ പാറക്കല്ലുകളുണ്ട്, വലിയ പാറക്കല്ലുകൾ അടർന്നു വീണിട്ടുണ്ട് മുകളിൽ നിന്ന് ഈ മണ്ണിടിഞ്ഞു വീഴുന്ന സമയത്ത്. അതുകൊണ്ട് തന്നെ അവ പൊട്ടിച്ച് നീക്കുന്നതിന് വേണ്ടി കുറച്ച് സമയമെടുക്കുന്നുണ്ട് എന്നാണ് സേനാ വിഭാഗങ്ങൾ പറയുന്നത്. അതാണ് ഇത്ര വലിയ ദൗത്യം, ഇത്ര കാലതാമസം വരുന്നതെന്നാണ്. അതിനടിയിലേക്ക് പോകണമെങ്കിൽ ഈ പാറ പൊട്ടിച്ച് മാറ്റിയതിനു ശേഷം മാത്രമേ മറ്റ് മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ മണ്ണ് നീക്കം ചെയ്യാൻ സാധിക്കൂ എന്നാണ് പറയുന്നത്. എന്തായാലും ഉറച്ചുപോയി, അതായത് ഈ വന്ന് കിടക്കുന്ന പാറയെല്ലാം വലിയ പാറകളാണ്, വലിയ പാറക്കഷ്ണങ്ങളാണ് വന്ന് പതുക്കുകയും ചെയ്ത് അവ ഇവിടെ വന്ന് ഉറച്ചു കിടക്കുകയാണ്. അവ പൊട്ടിച്ചു മാറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമകരമായിട്ടുള്ള ദൗത്യമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അതിനടിയിലാണ് ഈ ഒരു സിഗ്നൽ ലഭിച്ചിരിക്കുന്നതെന്നാണ് പറയുകയും ചെയ്തിരിക്കുന്നത്. 2 സിഗ്നലുകൾ ലഭിച്ചിട്ടുണ്ട്. അത് ലോറിയുടേത് തന്നെയാണോ എന്ന് ഇതുവരെയും വ്യക്തമായിട്ടില്ല. അത് വ്യക്തമാകാറായിട്ടില്ല എന്ന് തന്നെയാണ് സേനാ വിഭാഗങ്ങൾ പറയുന്നത്. കാരണം ഈ ഡിറ്റക്ടർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ മെറ്റൽ സംവിധാനങ്ങൾ, അതായത് മെറ്റൽ ആയിട്ടുള്ള ഏത് കാര്യങ്ങളുണ്ടോ അതെല്ലാം തന്നെ ഡിറ്റക്ട് ചെയ്യുകയും ചെയ്യും. ഒപ്പം തന്നെ അതിൻ്റെ ഒരു സൗണ്ട്, അതായത് ഈ ഡിറ്റക്റ്റിംഗ് മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ സെർച്ച് നടത്തുമ്പോൾ അതിൻ്റെ ഓരോ സൗണ്ട് ഉണ്ട്. അതായത് ഓരോ കാരണങ്ങൾ, അതായത് കല്ലാണ് എങ്കിൽ അത് കല്ലാണെന്ന് തിരിച്ചറിയാൻ സാധിക്കുകയും ചെയ്യും. അതല്ല മറ്റേതെങ്കിലും പാർട്സുകളാണോ അതാണ് എങ്കിൽ അത് തിരിച്ചറിയാൻ പറ്റുന്ന അത്യാധുനിക സംവിധാനമുള്ള മെറ്റൽ ഡിറ്റക്ടർ തന്നെയാണ് ഇവിടേക്ക് എത്തിച്ചതെന്നാണ് സേന നേരത്തെ അറിയിക്കുകയും ചെയ്തത്. അതുകൊണ്ടുള്ള പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്. എന്തായാലും നിലവിൽ ആ കല്ല് പൂർണ്ണമായും പൊട്ടിച്ചു മാറ്റിയതിനു ശേഷം മാത്രമേ അതിനടിയിലേക്ക് കൂടുതൽ മണ്ണ് മാറ്റി പരിശോധന നടത്താനാകൂ എന്നാണ് ഇപ്പോൾ ഈ തെരച്ചിൽ സംഘം പറയുന്നത്. സൈത, അത് വളരെ പ്രധാനപ്പെട്ടതായി മാറുന്നു. എന്തായാലും പരിശോധന അത് നടപടികൾ നീണ്ടുപോകുന്നു. അവിടെ എല്ലാ സാധ്യതകളുമാണ് അന്വേഷണ സംഘം തേടുന്നത്. ഇന്നത്തെ ദിവസം പരിശോധിക്കുമ്പോൾ ഇതുവരെ സംഭവിച്ചത് രാവിലെ കാലാവസ്ഥ പ്രതികൂലമായിരുന്നു, പക്ഷേ തെരച്ചിലിനെ അത് ബാധിച്ചില്ല. തെരച്ചിൽ നടപടികൾ ആർമിയുടെ നേതൃത്വത്തിൽ മുന്നോട്ട് പോകുന്നു. ഇതിനിടയിലാണ് പുഴയിലും സാധ്യത മുൻനിർത്തി ആ മൺകൂനയ്ക്ക് സമീപം സ്കൂബ ഡൈവേഴ്സും മറ്റ് സംവിധാനങ്ങളും ഉപയോഗിച്ച് പുഴയിലും തെരച്ചിൽ ആരംഭിച്ചത്. പക്ഷേ കരയിൽ തന്നെയാണ് ആ പരിശോധന ലോറി ഉണ്ടാകും എന്ന ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ അത്തരം പരിശോധന അവിടെ തന്നെ കേന്ദ്രീകരിക്കുകയായിരുന്നു. ഇതിനിടയിലാണ് 2 സിഗ്നലുകൾ വീണ്ടും ആവർത്തിക്കുന്നത്. അങ്ങനെ മണ്ണിനടിയിൽ തന്നെ ലോഹവസ്തുക്കൾ എന്തോ ഉണ്ട് എന്ന തിരിച്ചറിവുണ്ടാകുന്നു. അവിടെയാണ് വീണ്ടും പരിശോധന നടക്കുന്നത്. കൂടുതൽ മണ്ണ് മാറ്റേണ്ടി വന്നേക്കാം. കൂടുതൽ പരിശോധന കൂടുതൽ ആഴങ്ങളിലേക്ക് നടത്തേണ്ടി വരും. നിലവിലുള്ള സംവിധാനം അനുസരിച്ച് 8 മീറ്റർ ആഴത്തിലുള്ള വസ്തുക്കളെ കണ്ടെത്താൻ കഴിയുന്ന റഡാർ സംവിധാനം ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ നടക്കുന്ന പരിശോധന. ഒപ്പം മെറ്റൽ ഡിറ്റക്ടർ സംവിധാനവുമുണ്ട്. അങ്ങനെ റഡാർ, മെറ്റൽ ഡിറ്റക്ടർ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇനി മറ്റൊരു സാധ്യത കൂടി നമുക്ക് മുന്നിലുള്ളത് സാറ്റലൈറ്റ് ഇമേജ് ആണ്. എങ്ങനെ ഈ അപകടം സംഭവിച്ചു, എങ്ങനെ ഈ അപകടമുണ്ടായി, ആ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടി വരും, കണ്ടെത്തേണ്ടി വരും. അവിടെ സാറ്റലൈറ്റ് ഇമേജ് ഒരു പ്രധാനപ്പെട്ട സാധ്യതയായി നമുക്ക് മുന്നിൽ മാറുകയാണ്. ആ പരിശോധനയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീളുന്നത്. അത്തരം പരിശോധനാ സാധ്യതയാണ് നിലവിലുള്ളത്. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട നീക്കമായി കൂടി അത് മാറുകയാണ്. ഗംഗാവലി നദി വളരെ പ്രധാനപ്പെട്ടതാണ്. ജലനിരപ്പ് ഉയരുകയാണ്. നേരത്തെ ഡോക്ടർ ഇ ഷാജിയൊക്കെ സൂചിപ്പിച്ചതുപോലെ
മണ്ണിൻ്റെ ഘടന വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു മണ്ണിടിച്ചിൽ, മലയിടിച്ചിൽ എന്നൊരു പ്രതിഭാസമാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ ഒരുപക്ഷെ ഈ പുഴയുടെ ഒരു സാന്നിധ്യം ആ സ്ഥലത്തൊരു സങ്കീർണാവസ്ഥ ഉണ്ടാക്കുന്നുണ്ടാവാം. പ്രതീക്ഷിച്ചതിനും വലിയ ഒരു മലയിടിച്ചിലായി അത് മാറി എന്നതാണ് പിന്നീടുണ്ടായ സാഹചര്യം. ഇങ്ങനെ വളരെ പ്രത്യേകതയുള്ള സാഹചര്യമായി കൂടി അത് മാറുകയാണ്. അവിടെയാണ് ആ തരത്തിലുള്ള ഇടപെടൽ വേണ്ടി വരുന്നത്. എന്തായാലും രക്ഷാദൗത്യം പുരോഗമിക്കുന്നു. അർജുൻ എവിടെ എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനാവാതെ 7ാം ദിവസവും കടന്നു പോവുകയാണ്. ഈ ദിവസം അത്തരം ഉത്തരമുണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. 8 മീറ്റർ ആഴത്തിൽ വരെ പരിശോധന നടത്താൻ കഴിയുന്ന ഒരു സംവിധാനമായി അത് മാറുമ്പോൾ അത് വളരെ പ്രധാനപ്പെട്ടതുമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയായി അത് മാറുകയാണ്. എന്തായാലും ഇത്തരം സാധ്യതകൾ തീർച്ചയായും തേടുകയാണ്. ആർമിയുടെ, അതായത് നമുക്ക് നിലവിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ശാസ്ത്രീയ സംവിധാനങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ടുള്ള ശക്തമായ പരിശോധനാ രീതികൾ തന്നെയാണ് നമ്മളവിടെ തുടരുന്നത്. അത്തരം സാധ്യതകൾ തന്നെ തേടിക്കൊണ്ടാണ് പരിശോധന മുന്നോട്ട് പോകുന്നത്. ആർമിയുടെ പരിശോധന വളരെ പ്രധാനപ്പെട്ടതാണ്. ഒപ്പം മറ്റ് സംവിധാനങ്ങളും കാര്യക്ഷമമായി തന്നെ അവിടെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. പുഴയിൽ നടക്കുന്ന പരിശോധനയുണ്ട്. തൊട്ട് മുമ്പ് പുഴയുടെ എതിർഭാഗത്തു നിന്നുള്ള ദൃശ്യങ്ങൾ അടക്കം നമ്മൾ ലഭ്യമാക്കിയിരുന്നു. അങ്ങനെ അവിടുത്തെ സാഹചര്യം വളരെ പ്രധാനപ്പെട്ടതായി കൂടി മാറുന്നു എന്നതാണ്. ഇന്ന് പകൽ അവസാനിക്കുന്നതിന് മുമ്പായി കാത്തിരിക്കുക പ്രേക്ഷകർ. ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് കൂടി നമുക്ക് പ്രേക്ഷകർക്ക് നൽകാനാവും. അത്തരമൊരു സാധ്യതയിലേക്ക് കൂടിയായി അത് മാറുകയാണ്. എല്ലാ സാധ്യതകളും നമുക്ക് അർജുൻ എവിടെ എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുന്നതിന് വേണ്ടിയാണ്. അത്തരം സാധ്യതയിലേക്ക് കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്.